ഹായ് ടു ഓൾ മൈ ഡിയേഴ്സ്. ഒരു പുതിയ തുടക്കമാണ് ഇന്ന് ഞാൻ ഇവിടെ കുറിക്കുന്നത്. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് ചില സംരംഭങ്ങളും റെക്കോർഡ് ചെയ്യുമ്പം കുറച്ച് പ്രയാസങ്ങളൊക്കെ നേരിടുന്നുണ്ട്. എന്നാലും അത് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ ചാനലിലൂടെ എൻ്റെ കൊച്ചു ആഗ്രഹങ്ങളും അല്ലെങ്കിൽ കൊച്ചു എനിക്ക് പറയാനുള്ള കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നിന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ ഇഷ്ടമാകുമോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടമാകുമോ എന്നൊന്നും അറിയത്തില്ല. എൻ്റെ എല്ലാവരുടെയും മനസ്സിലും ഓരോ കാര്യങ്ങൾ ഓരോരുത്തരോട് ഷെയർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ എന്നെ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരോട് കുഞ്ഞു കാര്യങ്ങളായിട്ട് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ ഇപ്പോൾ ഫേസ് റിവീൽ ചെയ്യുന്നില്ല, കാരണം ഞാൻ കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഫേസ് റിവീൽ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. കുറച്ച് കൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഫേസ് എന്ന ചാനൽ നല്ല റീച്ചൊക്കെ ആയി എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആണെങ്കിൽ ഞാൻ ഫേസൊക്കെ റിവീൽ ചെയ്യാം. ഞാനൊരു ഒന്നും എഴുതിയൊന്നും വെച്ചില്ല. എൻ്റെ മനസ്സിൽ നിന്ന് എന്താണോ ഒരാളോട്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരാളോട് സംസാരിക്കുന്നത്, അതുപോലെ എനിക്ക് സംസാരിക്കാനാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറേ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കാനും ആദ്യം ഒരാളോട് സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്നാൽ എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. എല്ലാവരോടും എനിക്ക് ഒരുപോലെ സംസാരിക്കാനും ഇഷ്ടമല്ല. എന്നുവെച്ചാൽ എൻ്റെ ഒരു മനസ്സിലൊരു പേടിയുണ്ട്, അവർക്ക് ഇനി ഇഷ്ടപ്പെടുമോ, ഞാൻ സംസാരിക്കുന്നത് ഇഷ്ടപ്പെടുമോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും സംസാരിക്കാറില്ല. പക്ഷേ ഒത്തിരി നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരോട് കുറച്ച് അടുക്കുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് സംസാരിക്കും. അതുപോലെ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ഈ സംസാരം ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എന്തിനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ മനസ്സിൽ ഞാൻ വിചാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യമേ എനിക്ക് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളത്. പക്ഷേ ഓരോ കാര്യങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ മാറ്റി വെക്കും. ഞാൻ ഓൾറെഡി എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. അത് ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ, അതായത് 10 വർഷം, എനിക്ക് തോന്നുന്നു 2000 കൊറോണ ടൈമിന് മുന്നേ തന്നെ ഞാൻ ചാനൽ തുടങ്ങുകയും അതിനകത്ത് ഞാൻ കൂടുതലും ഈ GK സംബന്ധമായിട്ടുള്ള വീഡിയോസാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ അതിന് നല്ല എഡിറ്റിംഗ് ആവശ്യമാണ്. അത് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. കാരണം അത് നല്ലതായിട്ട് എഡിറ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള കാര്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ അന്ന് തുടങ്ങുന്ന സമയത്ത് ആരും അങ്ങനെ GK ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഇല്ലേ, PSC ഒക്കെ ഓൺലൈൻ വഴിയൊക്കെ ആകുമ്പോഴാണ് എല്ലാവരും GK, ഇപ്പോൾ ഒരുപാട് ചാനൽസ് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ആദ്യമേ അങ്ങനെ ഇട്ടിട്ടുണ്ട്. പക്ഷേ പിന്നെ എനിക്കത് എൻ്റെ മടി കൊണ്ട് തന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റില്ല. പിന്നെ ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എൻ്റെ സ്വതവേയുള്ള മടി കൊണ്ടും എനിക്കത് ചാനൽസിൽ വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചിട്ട് എനിക്കങ്ങനെ കൂടുതൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. കാരണം നമുക്കറിയാമല്ലോ, നിങ്ങൾ യൂട്യൂബ്സ് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ, അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കറിയാം എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ എനിക്കതെങ്കിൽ എഡിറ്റിംഗ് കുറച്ചുള്ള, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് തുറന്ന് എല്ലാവരോടും സംസാരിക്കാൻ ഇഷ്ടം. അപ്പോൾ എനിക്കായാലും ഞാൻ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എൻ്റെ അടുത്ത് ആരെങ്കിലും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഞാനിങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പോഡ്കാസ്റ്റുകളൊക്കെ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ എന്നുവെച്ചാൽ ഭയങ്കര ഈ റോക്കറ്റ് സയൻസ് എന്ന് പറയുന്ന പോഡ്കാസ്റ്റുകൾ, ചെറിയ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന പോഡ്കാസ്റ്റുകൾ, അതായത് നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കും അതുപോലെ ഇപ്പോൾ അങ്ങനെ കേൾക്കാൻ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ FM ഒക്കെ ഇല്ലയോ, അപ്പോൾ FM ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിങ്ങനെ കേൾക്കുന്ന അതുപോലെയൊക്കെ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ കേൾക്കാൻ ആഗ്രഹമുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ കണ്ടൻറ്റ് നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമാണോ, അല്ലെങ്കിൽ ഈ സംസാരം കേൾക്കാൻ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇഷ്ടമാണെങ്കിൽ
എന്താ കേൾക്കുക. ഇപ്പം ഞാൻ ഈ പറയുന്നതിനകത്ത് യാതൊരു ഓർഡറും ഇല്ല. ഇപ്പം എന്തൊക്കെയോ ഞാനങ്ങ് പറഞ്ഞു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്ക്രിപ്റ്റൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ മനസ്സിൽ നിന്ന് തോന്നുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതിനൊന്നും ഒരു ബിഗിനിങ്ങോ അല്ലെങ്കിൽ മിഡിലോ അങ്ങനെ ഒന്നുമില്ല. എന്താണ് അവൻ്റെ മനസ്സിൽ തോന്നുന്നത് അതങ്ങ് പറയുക എന്നുള്ളതാണ്. അത് കേൾക്കാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പോൾ എനിക്ക് പോഡ്കാസ്റ്റുകൾ ഇങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ആരെങ്കിലും നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അത് വലിയ റോക്കറ്റ് സയൻസ് പോലും ഇല്ലാത്ത വലിയ കാര്യങ്ങളൊന്നും പറയാത്ത കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറയാൻ അത് കേൾക്കാനൊക്കെ എനിക്കൊരു ഇഷ്ടമാണ്. അപ്പം അന്നേരം ഞാൻ വിചാരിച്ചു, അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിട്ട് മറ്റുള്ളവരോട് ഇങ്ങനെ സംസാരിക്കാൻ ചിലപ്പോൾ ആരെങ്കിലും കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ ഒരു ചാനലിലൂടെ ഇപ്പോൾ എൻ്റെ ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പൊതുവേ ഒരു ഇൻട്രോവേർട്ടാണ്. അപ്പോൾ ആദ്യം എല്ലാവരോടും സംസാരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ആദ്യത്തെ ഒരു വീഡിയോ ആയതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും എന്നല്ല, മൊത്തത്തിൽ പ്രശ്നമായിരിക്കാം. പക്ഷേ എങ്കിലും കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ ഒരു സംസാരം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവരോടാണ് ഞാൻ അങ്ങനെ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ എന്നും വീഡിയോസൊക്കെ ഇടണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഭയങ്കര മടിച്ചെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം എനിക്കൊരു ചാനലുണ്ടായിരുന്നു. ആ ചാനലിൽ ഞാൻ GKയുടെയൊക്കെ ജനറൽ നോളജൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അത് ഇപ്പം 312 സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് വെച്ചാൽ അത് നല്ല എഡിറ്റിംഗ് വേണം, അത് നല്ലോണം അപ്ലോഡ് ചെയ്യും. ഇപ്പം എനിക്ക് എന്തായാലും അതിനുള്ള സമയമൊന്നുമില്ല. പക്ഷെ എപ്പോഴും ഞാൻ ആഗ്രഹിക്കും യൂട്യൂബിനകത്ത് ക്രിയേറ്റ് ചെയ്യണം, യൂട്യൂബിനകത്ത് എന്തെങ്കിലും വീഡിയോസൊക്കെ ഇടണം. ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം തോന്നില്ല, അതുപോലെയൊക്കെ ഇടണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഒരു ഓണർ കണ്ടുപിടിക്കാൻ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എന്ന് വെച്ചാൽ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്ക് ഭയങ്കര പേടിയുണ്ട് എങ്ങനെയാവും എന്താവും. പക്ഷേ ഇന്ന് എന്തും കൽപ്പിച്ച് ഞാനങ്ങ് എൻ്റെ ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് കേട്ടിട്ട് ഇഷ്ടമാകുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്തിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് വെച്ചാൽ, ഞാൻ ഇന്ന് ഒന്നിനെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഇന്ന് ആദ്യം എൻ്റെ ഒരു വീഡിയോ ഇടുന്നു. പിന്നെ ആ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലുള്ള ചില കാര്യങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാവരോടും സംസാരിക്കാൻ വേണ്ടി, ജസ്റ്റ് ഇങ്ങനെ കേൾക്കാൻ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ ഇഷ്ടമുള്ളവർ കാണുമല്ലോ, അപ്പോൾ അങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ സംസാരിക്കാനാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും തയ്യാറെടുത്തിട്ടില്ല. അതായത് ഇന്നത് പറയണം എന്നൊന്നും ഇപ്പം ഞാൻ തയ്യാറെടുത്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ മനസ്സിൽ തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് വാച്ച് ചെയ്തിട്ട് വല്ല മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും. ഞാനിപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു 8 മിനിറ്റോളം എന്തൊക്കെയോ പറഞ്ഞു. ഓക്കെ, എന്നാൽ ഇനി അടുത്ത ചാനലിൽ